സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്നുള്ള കൺസെപ്റ്റിന്റെ 9ാമത്തെ പാർട്ടുമായിട്ടാണ്. ഓൾറെഡി നമ്മൾ 8 പാർട്ടുകൾ കണ്ടു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ 9ാമത്തെ പാർട്ടിൽ കാണാൻ പോകുന്നത് എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന കാര്യമാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇന്റഗ്രേഷനിൽ നമ്മൾ 2 ഫംഗ്ഷൻസ് ഉണ്ട്, യുവും വിയും. അപ്പൊ യു ഇൻറ്റു വി എന്നുള്ള ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാവരും നന്നായി മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഞാനൊന്ന് പറയാം. അപ്പൊ അത് എങ്ങനെ കിട്ടി എന്നുള്ള എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിന്റെ ഫൈനൽ റിസൾട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഫോർമുല നന്നായിട്ട് എല്ലാവരും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ടോപ്പിക് ഇതാണ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഈ റൂളിനാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇഫ് യു ആൻഡ് വി ആർ എനി 2 ഫംഗ്ഷൻസ് ഓഫ് എക്സ്, യുവും വിയും എക്സിൽ വരുന്ന ഏതെങ്കിലും 2 ഫംഗ്ഷൻ ആണ്, then integral u into v dx equal to u into integral of v dx minus integral of derivative of u, d by dx of u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ derivative of u into integral of v dx into dx. ഇതെന്താ ഫൈനൽ ആയിട്ട് ഒരു dx വന്നത്? ഈ ഇന്റഗ്രലിനെ വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് കാണിക്കാനാണ് ഈ അവസാനം ഒരു dx വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റോളിനെയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓൾറെഡി ചിലവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത് വേറെ വിധത്തിലും പറയാം. എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ആ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പലരും പഠിച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല. എന്താണ്? ഇന്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. എഴുതി എന്താ വരിക? ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം അതിന്റെ മുകളിൽ നോട്ട് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ യു എന്ന് എടുക്കുക, യു എന്ന് വിചാരിക്കുക. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ വി ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ വി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഫോർമുല എഴുതി നോക്കുക. എന്താണ് നമ്മുടെ ഫോർമുല? ഇന്റഗ്രൽ യു ഇൻറ്റു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യുവിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എക്സ് ആണ്. വിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? സൈൻ എക്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മാറും? യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ്. എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ, അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കണം, ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്നാണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ്. അപ്പൊ ഇവിടെ സൈൻ എക്സ് കൊടുത്തു, സൈൻ എക്സ് ഡി എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇൻറ്റു ഡി എക്സ്. നമ്മൾ ആ ഫോർമുലയിൽ ജസ്റ്റ് യു വി എന്താണെന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ്? അതാണ് അറിയേണ്ടത്, മൈനസ് കോസ് എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്, നമ്മുടെ ഫണ്ടമെന്റൽ റിസൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻറ്റു മൈനസ് കോസ് എക്സ് മൈനസ്, ഇനി ഇന്റഗ്രൽ കൊടുത്തു, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നാണ്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്? അതിന് മുന്നേ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. എക്സിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്നാണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ വീണ്ടും മൈനസ് കോസ് എക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ഡി എക്സ് ഒക്കെ പോയി. ബ്രാക്കറ്റിന്റെ പുറത്തൊരു ഡി എക്സ് ഉണ്ട്, ആ ഡി എക്സ് കൊടുത്തു. ഓക്കെ, ഇത് ഈക്വൽ ടു എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ മൈനസ് എക്സ് കോസ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഒരു മൈനസ് ഉണ്ട്. ഈ രണ്ട് മൈനസും കൂടി എന്താവും? അത് പ്ലസ് ആയി മാറും, പ്ലസ് ആയി മാറും. ഇന്റഗ്രൽ 1 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആയിരിക്കും. ഈ മൈനസ് വീണ്ടും എഴുതരുത്, ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് പ്ലസ് ആയി മാറും. ഇൻറ്റു ഡി എക്സ്, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താണ്? സൈൻ എക്സ് എന്നാണ് വരിക. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എന്നാണ് വരിക. അപ്പൊ സൈൻ എക്സ്. ഇനി ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൺസ്റ്റന്റ് കൊടുക്കണം. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്ലസ് സി. ഓക്കെ, അത് ഫൈനൽ ആയിട്ട് അവസാനമാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡും കൂടിയാണ്. നന്നായിട്ട് എല്ലാവരും ഫോർമുല പഠിച്ചു വെക്കുക. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഞാൻ ഫോർമുല എഴുതുന്നുണ്ടാവും. നിങ്ങളും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എഴുതി ശീലിക്കുക. 1 or 2 ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെയാണ് ഇതിലെ രണ്ട് ഫംഗ്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എക്സ് ഉണ്ട്, കോസ് എക്സ് ഉണ്ട്, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് യു ആയിട്ട് എടുക്കേണ്ടത്, ഏത് ഫംഗ്ഷൻ ആണ് വി ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതിൽ നമുക്കൊരു ധാരണ ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു ടെക്നിക് ഉണ്ട്. ആ ടെക്നിക്കാണ് ഇത്. ഇങ്ങനെ പഠിച്ചു വെക്കുക. ഐ ലേറ്റ്, LATE. ഓക്കെ, ഇതെന്താ ഐ ലേറ്റ് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഞാനൊരു ഐഫോൺ കൊടുത്തുന്നുള്ളത് വേണമെന്നില്ല. ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗരിതമിക് വരുന്ന ഫംഗ്ഷൻ, ലോഗ് വരുന്ന ഫംഗ്ഷൻ. അപ്പൊ ഏറ്റവും ആദ്യം ഇതില് ഏതാണോ വരുന്നത് പ്രാധാന്യത്തിനനുസരിച്ചിട്ടാണ് ഇത് ഓർഡറിൽ എഴുതിയത്. അപ്പൊ ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ലോഗരിതം ഇല്ല വിചാരിക്കുക. ഈ 3 ടൈപ്പാണ് ഉള്ളതെങ്കിൽ ഇതില് എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക്. ഓൾജിബ്രിക് എന്ന് പറഞ്ഞാൽ എക്സ്, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ പ്ലസ് 2 അങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻ ആണ് ഓൾജിബ്രിക് ഫംഗ്ഷൻ. അതിനാണ് രണ്ടാമത് പ്രാധാന്യം കൊടുക്കേണ്ടത്. ടി എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സിക്സ് സ്ക്വയർ എക്സ് അങ്ങനത്തെ വരുന്ന ഫംഗ്ഷൻ ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതായത് e raised to x, e raised to 2x, e raised to minus 5x ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതാണ് ഈ ഓർഡറിൽ ഞാൻ ഇവിടെ എഴുതി ഐ ലേറ്റ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള ഓർഡർ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കുക. നമ്മൾ തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തെഴുതുന്നു എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പൊ ഇതിൽ ലോഗരിതം ഉണ്ടോ നോക്കുക. ഇല്ല, ലോഗരിതം ഇല്ല. പിന്നെ നോക്കണ്ട ഓൾജിബ്രിക് ഫംഗ്ഷൻ ഉണ്ടോ? ഓൾജിബ്രിക് ഫംഗ്ഷൻ ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് ഫംഗ്ഷൻ ആണ്. അതാണ് പ്രാധാന്യമുള്ളത്. അതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തത്. അതും കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ രണ്ടാമത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓർഡർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സപ്പോസ് നിങ്ങൾക്ക് ഇന്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ ഓൾജിബ്രിക് ആണ് ആദ്യം വരുന്നത്. അപ്പൊ ആദ്യം എക്സ് എടുത്ത് എഴുതണം, ഇൻറ്റു കോസ് എക്സ് എന്നാക്കി റീറൈറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നിക് എല്ലാവരും ഓർത്ത് വെക്കുക, ഐ ലേറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മളെ ഫോർമുല എഴുതുക. ഇന്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പൊ ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിരിക്കും, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ വി ആയിരിക്കും. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? യു ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു എന്നാണ്. അതിന് മുന്നേ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് ഡി എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നാണ്. അപ്പൊ ബ്രാക്കറ്റ് കൊടുത്തു, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. ഇവിടെ സൈൻ എക്സ് ഓക്കെ ഇൻറ്റു ഡി എക്സ്. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടത് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും എക്സ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സ് സൈൻ എക്സ് മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി കോസ് എക്സ് പ്ലസ് സി. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കുക. ഈ ഫോർമുല നന്നായിട്ട് അറിയുക, അതുപോലെ ഫണ്ടമെന്റൽ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കുക, അതുപോലെ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ ആണ് ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്, യു ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്, വി ആയിട്ട് എടുക്കേണ്ടത് ഏതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ യുവിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, വിയുടെ സ്ഥാനത്ത് ലോഗ് എക്സ് ആണ്. ഇതൊക്കെ മനസ്സിലായി. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല ആദ്യം എഴുതി വെക്കുന്നു. ഇന്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കണം. ഐ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ലോഗരിതത്തിനാണ്, പിന്നെ ആൾജിബ്രിക് ഫംഗ്ഷൻ ആണ്, പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ തന്ന ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നത് എക്സ് ആണ്, അത് ആൾജിബ്രിക് ആണ്, പിന്നെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻ തന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇന്റഗ്രൽ എടുത്തെഴുതി എക്സ് ലോഗ് എക്സ് ഡി എക്സ്, ഇതാണ് നമ്മൾ തന്നത്. അതിന് നമ്മളൊന്ന് മാറ്റി എഴുതണം. ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ലോഗ് എക്സ് ആദ്യം എഴുതണം, ലോഗ് എക്സ് ഇൻറ്റു പിന്നെ ആൾജിബ്രിക് ഫംഗ്ഷൻ എഴുതണം എക്സ് ഡി എക്സ്. ഇതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ യു എന്താണ്, യു എന്ന് പറഞ്ഞാല് ലോഗ് എക്സ് ആണ്, വി എന്ന് പറഞ്ഞാല് എക്സ് ആണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാണ്. ഇപ്പൊ യു ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ്, വി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഓക്കെ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി ഡി എക്സ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ പവർ 1 ആണ്, എക്സ് എന്ന് പറഞ്ഞ പവർ 1 ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്നുള്ള ഫോർമുല ആണ്. അപ്പൊ എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പൊ ഇത് എന്തായി മാറും, എക്സ് റൈസ് ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്നാണ്. അപ്പൊ ഇന്റഗ്രൽ കൊടുത്തു, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താണ് 1 ബൈ എക്സ് ആണ്. അപ്പൊ 1 ബൈ എക്സ് ഇൻറ്റു വീണ്ടും ഇന്റഗ്രൽ ഓഫ് എക്സ് ആണ്. അപ്പൊ എന്തായി മാറും, എക്സ് റൈസ് ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് വിശദമായിട്ട് എഴുതുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അറിയാത്തവർക്ക്. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്നായി മാറും മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ, ഇതില് ഇന്റഗ്രൽ എഴുതുന്നതിന് മുന്നേ നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം. ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് കോൺസ്റ്റന്റ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ ഇനി ഇവിടെ ഒരു എക്സും ഇവിടെ ഒരു എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ ഉള്ള ഒരു എക്സും ഇവിടെ ഉള്ള ഒരു എക്സും ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി മാറും, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് എന്തായിട്ട് മാറും, ഇത് ഈക്വൽ ടു ഞാൻ ഇതിൽ എക്സ് സ്ക്വയർ ബൈ 2 ആദ്യം എഴുതുന്നു. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതുപോലെ എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളത് ഞാൻ ആദ്യം എഴുതുന്നു, എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ്. അതൊരു ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല. മൈനസ് 1/2 ഇന്റഗ്രൽ എക്സ് ഡി എക്സ് തന്നെയാണ്. അപ്പൊ എന്ത് വരും,
എക്സ് റേസ് ടു 1+1 ഡിവൈഡഡ് ബൈ 1+1 ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ സി അവിടെ കൊടുത്തു. ഓക്കെ, ഇത് ഈക്വൽ ടു x² 2 log x minus 1/2 x² 2 plus c. ഇനി അത് ഒന്നും കൂടി അറേഞ്ച് ചെയ്യാം. അപ്പൊ എന്താകും x² 2 log x minus 1 into x² എന്ന് പറഞ്ഞാൽ x² 2 into 2 എന്ന് പറഞ്ഞാൽ 4 plus c. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഐ ലേറ്റ് എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ ഇത് എത്ര ചെയ്താലും നിങ്ങൾക്ക് കിട്ടൂല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് ഇങ്ങനെ തിരിച്ചെഴുതിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ലോഗ് എക്സ് എന്ന് വരും. അപ്പൊ ഇന്റഗ്രൽ ലോഗ് എക്സ് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇന്റഗ്രൽ ലോഗ് എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. അല്ലാതെ ഇന്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചെടുക്കാനുള്ള കാരണം. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പ്രയോറിറ്റി ഏതാണോ ഉള്ളത് അത് ആദ്യം എടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. ലോഗരിതമിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലോഗ് ആണ് എപ്പോഴും ആദ്യം എടുക്കേണ്ടത്. ബാക്കി ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും അത് രണ്ടാമതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇന്റഗ്രൽ x² log x dx. അപ്പൊ നമ്മൾ ഐ ലേറ്റ് എന്നുള്ള ടെക്നിക്ക് ഓർമ്മ വേണം. അപ്പൊ അതില് ഇന്റഗ്രല് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരേണ്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് വരുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ മാറ്റി എഴുതണം? നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതി ഇന്റഗ്രൽ x² log x dx. അപ്പൊ ഇതില് ആദ്യം ആൾജിബ്രിക് ഫംഗ്ഷൻ ആണുള്ളത്, രണ്ടാമതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ ഇത് മാറ്റിയിട്ട് ഇന്റഗ്രൽ log x into x² dx എന്നാക്കി മാറ്റി. അപ്പൊ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log x ആയി, v എന്ന് പറഞ്ഞാൽ x² ആയി. നമ്മളെ ഫോർമുല എഴുതുക, ഇന്റഗ്രൽ u into v dx equal to u into integral v dx minus integral of derivative d by dx of u into integral v dx into dx. ഈ ഫോർമുല എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഫോർമുല അനുസരിച്ച് ഇവിടെ u എന്ന് പറഞ്ഞാൽ log x ആണ്, v എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പൊ എങ്ങനെ വരും? ഇന്റഗ്രൽ log x into x² dx equal to u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log x ആണ്. അപ്പൊ log x into integral v എന്ന് പറഞ്ഞാൽ x² dx minus integral of derivative d by dx of log x into integral v എന്ന് പറഞ്ഞാൽ x² ആണ്, x² dx into dx. ഓക്കെ, ഇത് ഈക്വൽ ടു എന്താവും? log x into x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² plus 1 by 2 plus 1 ആണ്. നമ്മൾ ഇന്റഗ്രേഷൻ റിസൾട്ട് ഉപയോഗിച്ചു, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസൾട്ട് ഉപയോഗിച്ചു. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x d by dx of log x 1/x ഇൻറ്റു ഇവിടെ വീണ്ടും x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത x raised to 2 plus 1 divided by 2 plus 1 കാരണം ഇവിടെ n ന്റെ സ്ഥാനത്ത് 2 ആണ്. ഓക്കെ, ഇൻറ്റു dx. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ടേം ആദ്യം എഴുതുന്നു. അപ്പൊ x raised to 2 plus 1 എന്നത് x raised to 3 divided by 3 log x. ഞാൻ തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതിയാലും തെറ്റൊന്നുമല്ല. മൈനസ് ഇന്റഗ്രൽ ഓഫ്, അപ്പൊ ഇന്റഗ്രൽ എഴുതുന്നതിന്റെ മുന്നേ നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ട് ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 plus 1 ഉണ്ട്. 2 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഡിനോമിനേറ്ററിലാണ് 3 ഉള്ളത്. അപ്പൊ 1/3 എന്നുള്ളതാണ് കോൺസ്റ്റന്റ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു x ഉണ്ട്, അതും ഇവിടെ ഉള്ള ഒരു എക്സും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ കിട്ടുക? x² കിട്ടും. അപ്പൊ x² ഇൻറ്റു dx x² ഇൻറ്റു dx. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് x³ by 3 log x minus 1/3 x² നെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താവും? x raised to 2 plus 1 divided by 2 plus 1. അപ്പൊ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ കൊടുക്കുന്നു പ്ലസ് c. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായി മാറും? ഇത് ഈക്വൽ ടു x³ by 3 log x minus 1/3 into x³ by 3 plus c. ഓക്കെ, ഇനി വീണ്ടും ഇത് ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതിയിട്ട് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്താവും? x³ by 3 log x minus
1 into x cube എന്ന് പറഞ്ഞാൽ x cube തന്നെ കിട്ടും ഡിവൈഡഡ് ബൈ 3 into 3 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് c. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ചെയ്യാൻ ഇത് പഠിച്ചു വെക്കുക. അത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോഗരിതമിക് ഫംഗ്ഷൻ വന്നാൽ ആദ്യം ലോഗരിതമിക് ഫംഗ്ഷൻ എഴുതണം, അതിനുശേഷം എഴുതണം വേറെ ഏത് ഫംഗ്ഷൻ ആയാലും. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഇന്റഗ്രൽ ഏതാ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ തന്നെയാണ്, പക്ഷെ അത് അധികം പേരും തെറ്റിക്കാറുണ്ട്. എന്താണ് തെറ്റിക്കുന്നത് എന്നൊക്കെ ഉള്ളതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ e raised to minus x dx. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നത്? ആദ്യം ആൾജിബ്രിക് ഫംഗ്ഷൻ ആണ്, രണ്ടാമതാണ് എന്ത് തന്നത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നത്. ഐ ലേറ്റ് എന്ന് പറയുമ്പോൾ അവസാനമാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് ഈ ഓർഡറിലൊന്നും വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല, ഓർഡർ ഒക്കെ തന്നത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഫോർമുല എഴുതാം. ഇന്റഗ്രൽ u into v dx equal to u into integral v dx minus integral of derivative of d by dx of u into integral of v dx into dx. ഓക്കെ, അപ്പൊ നമ്മൾ തന്ന ക്വസ്റ്റ്യൻ കൊണ്ട് എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, വി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് അല്ല, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി എന്ന് പറഞ്ഞാലാണ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്, ഇ റേസ് ടു മൈനസ് എക്സിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. നമ്മൾക്കൊന്ന് നോക്കാം. ഇ റേസ് ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? നമുക്ക് ഇ റേസ് ടു എക്സ് ആണ് നമ്മൾ എന്താ പഠിച്ചത്? ഇ റേസ് ടു എക്സ് എന്നാണ് പഠിച്ചത്, പ്ലസ് സി ആണ്. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചേക്കാം, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ഇവിടെ ഇ റേസ് ടു എക്സ് ആകുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെ, ഇ റേസ് ടു മൈനസ് എക്സ് ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ വരും, പക്ഷേ ഈ മൈനസ് ഇവിടെയും കൂടി ഉണ്ടാവും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അത് നമ്മൾ പഠിച്ച ഒരു ഇന്റഗ്രലിന്റെ ഫോർമാറ്റിലാണ് ഇത് ഉള്ളത്. ഇത് പെട്ടെന്ന് പലർക്കും മനസ്സിലാവില്ല. അതെന്താ ഞാൻ ഒന്ന് പറയാം. ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ്? ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 0 നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് എന്ന് കിട്ടും, പ്ലസ് 0 എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരുപോലെയാണ്. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലായി? ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റിലായി മാറി. അപ്പൊ ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് പ്ലസ് ബി ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 0 ഡിവൈഡഡ് ബൈ എ, എയുടെ സ്ഥാനത്ത് മൈനസ് 1 ആണ്, പ്ലസ് സി. അപ്പൊ എന്തായി മാറും? ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1 പ്ലസ് സി എന്ന് കിട്ടും. അതായത് ഈ മൈനസ് 1 ആണ് ഡിവൈഡ് ചെയ്താൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇത് ഒരു ഫോർമുല ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇ റേസ് ടു മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x, 2 ഇൻറ്റു എക്സ്, അതാണ് 2x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താവും? മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും, ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇത് മൈനസ് മൾട്ടിപ്ലൈ, മൈനസ് ആദ്യം എഴുതി, മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടി പ്ലസ് ആയി മാറി. ഇനി ഇതിലെ കോൺസ്റ്റന്റ് 2 ആണ്, കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു, ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടും. ഈ മൈനസും കൂടിയാണ് പ്ലസ് ആയത്, അപ്പൊ വീണ്ടും മൈനസ് എഴുതരുത്. അപ്പം ബാക്കി ഇവിടെ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു. അത് എന്തുകൊണ്ടാണ് അത് അവിടെ 1 കൊടുത്തിട്ട് ചെയ്യാനുള്ള കാരണം? വീണ്ടും ഈ ഇന്റഗ്രൽ നോക്കിക്കേ, ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ യു ഇൻറ്റു വി എന്നുള്ള ഫോർമാറ്റിലായി. അപ്പൊ വീണ്ടും നമ്മൾ ഇതേ ഫോർമുല വീണ്ടും ഉപയോഗിക്കണം. അപ്പൊ നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മാത്രം എടുക്കുന്നു.
ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇത് മാത്രം എടുക്കും. അപ്പൊ ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ യു എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മള്. അപ്പൊ യു ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് യു, യു എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് ഈക്വൽ ടു നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റു ഡി എക്സ്. അപ്പൊ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു, മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ്, മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി, ഇന്റഗ്രൽ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് കിട്ടി. ഓക്കെ, ഇത് ഈക്വൽ ടു ഇപ്പൊ മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് അവസാനം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. ഓക്കെ, അപ്പൊ ഇത് അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്താവും, ഇത് ഈക്വൽ ടു മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് മൈനസ് എന്നുള്ള മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന് ഞാൻ രണ്ടാമത്തെ ഇക്വേഷന്റെ പേര് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പുട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പൊ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ മാറും, ഇത് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ്. ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്താ നമുക്ക് കിട്ടിയത്, ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ഉള്ളതാണ് 2 കൊണ്ട്. ഇപ്പൊ 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് എടുത്തു, മൈനസ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് അത് കൊടുത്തു. ഈ കോൺസ്റ്റന്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നില്ല, അവസാനം പ്ലസ് സി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിൽ മൈനസ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എക്സ്, ഇത് പ്ലസ് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെ മൈനസ് ആണ്, അപ്പൊ മൈനസ് കിട്ടി 2x ഇ റൈസ് ടു മൈനസ് എക്സ്, ഇത് പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അപ്പൊ മൈനസ് 2 ഇ റൈസ് ടു മൈനസ് എക്സ്. ഓക്കെ, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് റൂൾ ഉപയോഗിച്ചിട്ട് അതിനുശേഷം മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. ഇതേപോലെ 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ് ബൈ പാർട്സ് മെത്തേഡ് റൂൾ ഉപയോഗിച്ചിട്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം യു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, സൈൻ എക്സ് എന്ന് പറയുന്നതാണ് വി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഐ ലേറ്റ് എന്നുള്ള ഫോർമുല നോക്കുക. ഐ ലേറ്റ് എന്ന് വരുമ്പോൾ എൽ എ, ലോഗരിതം കഴിഞ്ഞാൽ ഓൾജിബ്രിക്, അപ്പോൾ ഓൾജിബ്രിക് തന്നെയാണ് ഇവിടെ ഉള്ളത് എക്സ് സ്ക്വയർ. ഓക്കെ, പിന്നെയാണ് ടി വരുന്നത്, ട്രിഗണോമെട്രിക് സൈൻ എക്സ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഫോർമുല എഴുതുന്നു, ഇന്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു u into integral v dx minus integral of derivative of d by dx of u into integral of v dx into dx. നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്നുള്ള ഫോർമുല എഴുതി വെച്ചു. ഇനി നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ സൈൻ എക്സ് ഡി എക്സ്. ഇനി ഒന്നും ചെയ്യാനില്ല, അവിടെ u എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, v എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, അതല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്താവും, യുവിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് അതാണ് v മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് d ബൈ dx ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് v എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പില് എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ് വരിക, മൈനസ് കോസ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ്
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ്. n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എന്നാണ് എക്സ് റേസ് ടു n-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ആ ഒരു ഫോർമുല ആണ് നമ്മൾ ഉപയോഗിച്ചത്. n എന്ന് പറഞ്ഞാൽ അവിടെ 2 ആണ്. 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1, അതായത് എക്സ് റേസ് ടു 1 എന്ന് കിട്ടും. അതാണ് 2x ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് എക്സ് പ്ലസ് ഇൻറ്റു ഡി എക്സ് ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എന്ത് വരും? മൈനസ് സ്റ്റാർട്ടിങ്ങിലേക്ക് എഴുതി മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ്. ഈ മൈനസ് എന്നുള്ള പ്ലസ് ആയി മാറി. കോൺസ്റ്റന്റ് 2 ഉണ്ട്, ആ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ബാക്കി ഇന്റഗ്രൽ എക്സ്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, അപ്പൊ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തു. അതെന്തുകൊണ്ടാണ് അവിടെ ഇക്വേഷൻ 1 കൊടുത്തത്? ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും യു ഇൻറ്റു വി എന്നുള്ള ഫോർമാറ്റിൽ വന്നു. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് വീണ്ടും ഇവിടെ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു ഇന്റഗ്രൽ മാത്രം എടുക്കുന്നു. ഇന്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു എക്സ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പൊ സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇത് ഈക്വൽ ടു എക്സ് സൈൻ എക്സ്, ഇവിടെ മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇത് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താ വരിക? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് എന്ന് വന്നു. അപ്പൊ മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി. കോസ് എക്സ് പ്ലസ് സി എന്ന്. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് എടുത്തു. അപ്പൊ ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക. അപ്പൊ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. പുട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെ മാറും? ഇത് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് 2. ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കോമൺ ആയിട്ടുള്ളതാണ് ഈ ഇന്റഗ്രലിന്. അപ്പൊ അവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ഈ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിന് മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താ വരിക? എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ആ കോൺസ്റ്റന്റ് മാത്രം പുറത്ത് കൊടുക്കുക, പ്ലസ് 6. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എന്താവും? മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് 2x സൈൻ എക്സ്. ഈ പ്ലസ് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പൊ രണ്ടും പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെ കിട്ടി. 2 cos x പ്ലസ് 6. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഇത് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 തവണ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നത്. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് എക്സാം ആയാലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ആണെങ്കിലും ഒക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. നമ്മുടെ ഇന്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫോർമുല പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വേറെ ഏതെങ്കിലും മെത്തേഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എടുത്ത് എഴുതി ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. അത് എടുത്തെഴുതിയ ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ബൈ പാർട്സ് മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ യുവും വേണം വിയും വേണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് എന്നാക്കി മാറ്റി. 1 കൊണ്ട് മൾട്ടിപ്ലൈ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പൊ ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് എപ്പോഴും ആദ്യം എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ അത് രണ്ടാമതാണ് എടുക്കേണ്ടത്. ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ഇതാണ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് വി എന്ന് പറഞ്ഞാൽ 1 ആണ് വി. അപ്പൊ അതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്
വി ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ 1 ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു. ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x ആണ്, നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ടിൽ പഠിച്ചതാണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x ഇൻറ്റു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x ഇൻറ്റു dx, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റു dx. ഇനി ഇത് നമ്മളൊന്ന് ഓർഡറിൽ എഴുതുന്നു, x സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നു, log x രണ്ടാമത് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇത് പ്രത്യേകം അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ log x വീണ്ടും x എന്ന് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോവുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് x സ്റ്റാർട്ടിങ്ങിൽ എഴുതുക, log x രണ്ടാമത് എഴുതാം, മൈനസ് ഇനി ഇവിടെ ഒരു എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ഇന്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് x log x മൈനസ് ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x തന്നെ കിട്ടും, പ്ലസ് കോൺസ്റ്റന്റ് c. ഇതാണ് log x ന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ x log x മൈനസ് x പ്ലസ് c. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക, കുറച്ചേ ചെയ്യാനുള്ളൂ. ഈ ഒരു ഫോർമുല അറിയെങ്കിൽ 5 മാർക്ക് എല്ലാവർക്കും നേടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. log x എങ്ങനെയാണോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് അതുപോലെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഫൈൻഡ് ഇന്റഗ്രൽ tan ഇൻവേഴ്സ് x dx. അപ്പൊ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ഓർത്ത് വെക്കുക, നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി ഇന്റഗ്രൽ tan ഇൻവേഴ്സ് x dx. അത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം? ഇന്റഗ്രൽ tan ഇൻവേഴ്സ് x into 1 dx എന്ന് മാറ്റണം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. അപ്പൊ ഇവിടെ u എന്ന് പറഞ്ഞാല് tan ഇൻവേഴ്സ് x, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അങ്ങനെ നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ ഫോർമുല എഴുതുന്നു, ഇന്റഗ്രൽ u v dx ഈക്വൽ ടു u ഇൻറ്റു ഇന്റഗ്രൽ v dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് d by dx ഓഫ് u ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് v dx, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഇൻറ്റു dx. അപ്പൊ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ എങ്ങനെ മാറും? ഇന്റഗ്രൽ tan ഇൻവേഴ്സ് x ഇൻറ്റു 1 dx എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഈക്വൽ ടു u ന്റെ സ്ഥാനത്ത് tan ഇൻവേഴ്സ് x ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ഇൻറ്റു ഇന്റഗ്രൽ v എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ്, അപ്പൊ d by dx ഓഫ് u എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ഇൻറ്റു v, ഇന്റഗ്രൽ v എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 dx, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഇൻറ്റു dx. ഓക്കെ, അപ്പൊ ഇത് തെറ്റിക്കാതെ നമ്മൾ എഴുതുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇത് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ഇൻറ്റു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ്, അത് നമ്മൾ ഫണ്ടമെന്റൽ റിസൾട്ടിൽ പഠിച്ചതാണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x. ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് x ഉം നമ്മൾ പഠിച്ചാണ്. അപ്പൊ എന്താ വരിക? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻറ്റു dx ഇൻറ്റു dx. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ x സ്റ്റാർട്ടിങ്ങിൽ എഴുതുക, x tan ഇൻവേഴ്സ് x മൈനസ് ഇന്റഗ്രൽ 1 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിൽ കൊടുത്തു കഴിഞ്ഞാലേ ഫൈനൽ ആൻസർ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് എല്ലാവരും നന്നായി മനസ്സിലാക്കി ഇന്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞാലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റഗ്രൽ മാത്രം എടുക്കും. ഇന്റഗ്രൽ മൈനസ് ഒന്നും എടുക്കുന്നില്ല, ഇന്റഗ്രൽ x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx എന്നുള്ള ഒരു ഇന്റഗ്രൽ മാത്രം എടുത്തു. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഡിനോമിനേറ്ററിലുള്ളതിന്റെ u ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിലുള്ളതിന് u ന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 2x എന്ന് കിട്ടും. ആ x എന്നുള്ള ടേം മുകളിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പല മെത്തേഡ് പഠിച്ചതിലെ ഒരു മെത്തേഡാണിത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്
put u equal to 1 plus x square എന്ന് കിട്ടും. 1 plus x square. അപ്പോൾ u x ലുള്ള ഫംഗ്ഷൻ ആയി മാറി. അപ്പോൾ du by dx നമ്മൾ കണ്ടുപിടിക്കുന്നു. d by dx of 1 plus x square. അപ്പോൾ എന്ത് വരും? du by dx equal to 1 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആയി പോകും, പ്ലസ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടും. അപ്പോൾ du by dx equal to നമുക്ക് 2x എന്ന് കിട്ടി. അപ്പോൾ du equal to 2x into dx എന്ന് കിട്ടി. ഇനി നമ്മളെ ഇന്റഗ്രലിൽ ഇവിടെ 2 ഇല്ല, അതുകൊണ്ട് ഈ 2 അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ du by 2 equal to x dx നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രല് ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. അപ്പോൾ ഇന്റഗ്രൽ ഈക്വൽ ടു എങ്ങനെ മാറും? ഇന്റഗ്രൽ x dx ന് പകരം എന്ത് എഴുതാം? du by 2 എന്ന് എഴുതാം, by 1 plus x square ന് പകരം u എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇന്റഗ്രലിലെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാല് by 2 ആണ്, ഇവിടെ by 2 എന്നാണ് കാണുന്നത്, അതുകൊണ്ട് 1 by 2 ആണ് കോൺസ്റ്റന്റ്. 1 by 2 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു, ഇന്റഗ്രൽ du by u എന്ന് കിട്ടും. ഓക്കെ, ഇന്റഗ്രൽ dx by x അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 1 by 2 into ഇന്റഗ്രൽ 1 by u du എന്നാക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ 1 by x dx എന്താണ്? log x ആണ്. അതുപോലെ ഇത് എന്താക്കി മാറ്റാം? 1 by 2 log u plus c എന്ന് എഴുതാം. log u plus c. ഇനി u എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? 1 plus x square ആണ്, അത് തിരിച്ചവിടെ കൊടുക്കുന്നു. അപ്പോൾ ഈക്വൽ ടു 1 by 2 log 1 plus x square plus c എന്ന് എഴുതാം. ഓക്കെ, ഈ ആൻസർ, ഈ കിട്ടിയ ആൻസർ നമ്മൾ ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? put ഇക്വേഷൻ 2 in ഇക്വേഷൻ 1. അപ്പോൾ ഇതെങ്ങനെ മാറും? ഇത് ഈക്വൽ ടു x tan inverse x മൈനസ്, ഈ മൈനസ് ഇത് ഇന്റഗ്രലിന് കോമൺ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഈ ആൻസർ എടുത്ത് എഴുതുന്നു. 1 by 2 log 1 plus x square ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പ്ലസ് സി ഔട്ട് സൈഡ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു എന്ത് വരും? x tan inverse x minus 1 by 2 log 1 plus x square plus c. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? ഇത് കുറച്ച് ട്രിക്കി മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഇന്റഗ്രല് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നല്ലോണം മനസ്സിലാക്കി ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നുള്ളത് കറക്റ്റ് ആയി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഏതൊക്കെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. ഇപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറഞ്ഞ റൂൾ എന്താന്ന് കണ്ടു. അതിന്റെ ഫോർമുല ഞാൻ ഇവിടെ പറഞ്ഞു. അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള 8 പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും നമ്മൾ അത് ചിലപ്പോൾ ഒരു തവണ ഉപയോഗിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ആ റൂള് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആ റൂൾ ഉപയോഗിച്ച് മറ്റൊരു റൂൾ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവർക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.